ഫോണിൽ ഇങ്ങനെ നിരന്തരമായിട്ടൊരു കാള് വന്നുകൊണ്ടിരിക്കുന്നു. ആ കാള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ എത്രയോ മിസ്കാളായി ഒരുപാടായിട്ടും എടുക്കാതിരിക്കുമ്പോൾ അതിലൊരു മെസ്സേജ് വരുന്നു, ഉസ്താദേ ഒരു പാവപ്പെട്ട സഹോദരിയാ, ഒരു സംശയം ചോദിക്കാനാണ്, അങ്ങൊന്ന് എടുക്കുമോ എന്ന്. ഒരു പക്ഷേ അതുകൊണ്ടൊരു ഹിദായത്തിന്റെ വഴി തുറന്നാലോ. ഞാൻ ആ അടുത്ത ഫോണൊന്ന് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുമ്പോൾ ആ സഹോദരി എന്നോട് പറയുന്നത് എന്താണെന്നറിയുമോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, എന്റെ പ്രിയപ്പെട്ട കൊച്ചു പെങ്ങന്മാർക്ക് ഒരു അനുഭവത്തിന് ഞാൻ പറയുകയാ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുകയാ. ഒരു നേരിയ സംശയം പോലും നിങ്ങൾക്ക് വേണ്ട. ആ പ്രിയപ്പെട്ട സഹോദരിയെ പറ്റി പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയ കാര്യം പോലും ഞാൻ കടത്തി പറയുന്നില്ല. ആ പ്രിയപ്പെട്ട പെങ്ങൾ എന്നോട് പറയുകയാ, ഞാനൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഉസ്താദേ. എന്താ മോളെ നിന്റെ പ്രതിസന്ധി? ഉസ്താദേ എന്റെ ഭർത്താവ് ഗൾഫിലാണ്, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മനുഷ്യനാണ്, എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളാ, എന്തു ചോദിച്ചാലും താഴ്ച വരുന്ന ആളാ, എനിക്കും മക്കൾക്ക് വേണ്ടിയും അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പോഴെന്തു പറ്റിപ്പോയി? ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ചിന്തിച്ചതും അദ്ദേഹത്തിന് ഏതോ മാരക രോഗം പിടിപെട്ടുപോയി, ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ അദ്ദേഹം വേറേതോ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു എന്ന് പറയാൻ പോകുന്ന എനിക്ക് തോന്നിയത്. പക്ഷെ ആ പ്രിയപ്പെട്ട പെങ്ങളെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരനുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇവിടെ വരാറുമുണ്ടായിരുന്നു. വല്ലപ്പോഴുമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം ഞാനതങ്ങ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപകടമൊന്നുമില്ലെന്നുള്ള രീതിയിലാണ് അറ്റൻഡ് ചെയ്തത്. പിന്നീട് ആ മനുഷ്യന്റെ സംസാരത്തിന്റെ ശൈലികൾ മാറാൻ തുടങ്ങി. അദ്ദേഹം എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് എന്റെ ഭർത്താവിന്റെ ബന്ധു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാകണമെന്ന്, എന്റെ ഭർത്താവിനെ ഞാൻ ഫസഖ് ചെയ്യണമെന്ന്, ആ ബന്ധം ഞാൻ വേർപെടുത്തണമെന്ന്, എന്നിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു, ഈ അർദ്ധരാത്രിയിൽ നിനക്കെന്നെ വിളിക്കാതെ തന്നെ തീരുമാനമെടുക്കാവുന്ന അവസ്ഥയില്ലേ? നിന്റെ മനസ്സിൽ ഇപ്പോഴെന്താ ഉള്ളത്? നിനക്കും നിന്റെ മനസ്സിൽ അയാൾ കയറിയിരിക്കുന്നു, അയാളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം നിന്റെ മനസ്സിലില്ലെങ്കിൽ ഈ രാത്രിയിൽ നീ എന്നെ വിളിക്കില്ലല്ലോ മോളെ. നീ ഇപ്പോഴും വിളിക്കുന്നത് നിനക്കത് സ്വന്തമായിട്ട് മുറിച്ചു വിടാൻ പറ്റുന്നില്ലല്ലേ? അതാണ് ഉസ്താദേ യാഥാർത്ഥ്യം. എന്റെ മനസ്സടിമപ്പെട്ടു പോയിരിക്കുന്നു. ഈ മൊബൈൽ ഫോൺ എന്നെ വല്ലാതെ ചതിച്ചിരിക്കുന്നു. അതിലൂടെ വരുന്ന കോളുകളിൽ എനിക്ക് അയാൾ വിളിക്കാതിരുന്നാൽ എനിക്ക് വിഷമമായ അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറക്കാനും കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, നീ വിശുദ്ധ റമളാനിലാ ഉള്ളത്, 2 ദിവസം കൂടിയുണ്ട് മോളെ തൗബ ചെയ്യാൻ. അനുഗ്രഹീതമായ റമളാനിൽ തൗബ ചെയ്തോ? നീ എത്ര വലിയ ധിക്കാരമാ കാണിക്കുന്നത്. നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുണ്ടെന്ന് നീ പറയുന്ന ഭർത്താവ്, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവ്, നിനക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നു എന്ന് നീ പറയുന്ന ഭർത്താവ്, അങ്ങനത്തെ ഭർത്താവ് നിന്നെ 100% വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ചാപ്പാട് തരാൻ വേണ്ടി ഗൾഫ് നാടിൽ പോയി കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ പുതിയ ആളെ സൃഷ്ടിച്ചുകൊണ്ട് അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾ, ഉസ്താദേ അതെന്റെ ഭർത്താവിനെക്കാളും ദീനുള്ള ആളാണ് അയാള്. അവസാനത്തെ ആയുധം നിറക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്ത് ഭ്രാന്തിയാണ് പെണ്ണെ? അന്യ ഒരുത്തന്റെ ഭാര്യ ആഗ്രഹിക്കുകയും കെട്ടുകയും ചെയ്യണമെന്ന് പറയുന്നവന്റെ ദീനെന്താ? അവൻ എന്ത് ദീനുള്ളവനാണെന്നാ നീ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങനെ പല രൂപത്തിലും പിശാച് വരും, പല രൂപത്തിലും പിശാച് വരും. ഇതേ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ നിന്ന്, ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കത്ത് വരികയാ. ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? ഇവിടുന്ന് കുറെ അപ്പുറത്ത് ഇതേ തൃശ്ശൂർ ജില്ലയില് മന്ത്രവാദം നടത്തുന്ന, തൽസമാത്ത് ചെയ്യുന്ന ഒരു തങ്ങളുണ്ട്. ആ തങ്ങളുടെ അടുക്കൽ പോയ ഒരു സ്ത്രീയാണ് എഴുതിയിരിക്കുന്നത്, ഭർത്താവ് ഗൾഫിലാണ്, ഞാനിത് എഴുതുന്നത് എന്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ്, എന്റെ കൂട്ടുകാരിക്ക് വേണ്ടി എഴുതുകയാ. അവൾ ഇങ്ങനെ മന്ത്രവാദ ചികിത്സയ്ക്ക് വേണ്ടി ഒരു തങ്ങളുടെ അടുക്കൽ പോയി. ആ തങ്ങളുമായിട്ട് അങ്ങ് അടുപ്പമായി പോയി. ഇപ്പോഴും ഭർത്താവുമായിട്ട് ബന്ധമുണ്ടാകുന്നതിന് വെറുപ്പുണ്ടാകുന്ന അവസ്ഥയില്ല. ആ തങ്ങളാണെങ്കിലോ ഭാര്യയും മക്കളും ഉള്ളതാ. അദ്ദേഹവുമായിട്ട് അങ്ങ് ബന്ധമായി പോയി, അടുപ്പമായി പോയി. തങ്ങളാണോ പെങ്ങളാണോ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ കുടുംബത്തിൽപ്പെട്ടവൻ ഇതൊന്നും ചെയ്യില്ല. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് തങ്ങളാണെന്ന് പറയുന്നെങ്കിൽ എന്താണോ നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം, ആ പെണ്ണിന്റെ കത്ത് വായിച്ചു. കത്ത് ഞാൻ എന്റെ ഭാര്യ സൂഫിയയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിനക്കിത് വായിച്ചു നോക്ക്, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല. ആ സ്ത്രീയുടെ കൂട്ടുകാരി ഇങ്ങനെ കുടുങ്ങിപ്പോയി. അത്രയും ചിന്തിക്കാനുള്ള റേഞ്ചേ എന്റെ ഭാര്യയ്ക്കുള്ളൂ. അല്ലാതെ ബസ് കത്തിക്കാനും തീവ്രവാദ പ്രവർത്തനം
നടത്താനും ഗൂഢാലോചന നടത്താനുമുള്ള റേഞ്ച് ഒന്നുമുള്ള ആളല്ല. ഞാൻ പറഞ്ഞു, മണ്ടിപ്പെണ്ണേ, ആ കൂട്ടുകാരിയല്ല പ്രതി, ആ കത്തെഴുതിയിരിക്കുന്നവൾ തന്നെയാണ് പ്രതി. ആ കത്ത് വായിച്ചാൽ അത് മനസ്സിലാകും. ഇത്ര വ്യക്തമായി അവൾ എഴുതണമെങ്കിൽ അവളാണ് പ്രതി എന്നതാണ്. ഞാൻ അന്ന് മറുപടി എഴുതി. ആ കത്തിനന്ന് മൊബൈലും ഫോണും മൊബൈലൊന്നുമുള്ള കാലമല്ലല്ലോ. ഞാൻ മറുപടി എഴുതി, നിങ്ങൾ തന്നെയാണ് പ്രതി, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്, അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക, തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക എന്ന് 3 വട്ടം എഴുതിക്കൊണ്ടൊരു കത്തയക്കുകയുണ്ടായി. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാര് അപകടകരമായ അവസ്ഥയിലാ ഉള്ളത്. എവിടെ ജിന്ന് സേവയുണ്ടോ അങ്ങോട്ട് പോവുകയാ, എവിടെ കൂടോത്രമുണ്ടോ അങ്ങോട്ട് പോവുകയാ, എവിടെ കുട്ടിച്ചാത്തനുണ്ടോ അങ്ങോട്ട് പോവുകയാ, അവിടെ ഗൾഫ് നാടിൽ നിന്ന് കഷ്ടപ്പെട്ടയക്കുന്ന പൈസയുമായിട്ട് പോവുകയാണ്. അവിടെ പട്ട് വാങ്ങുക, ഇവിടെ ചന്ദനത്തിന് കൊടുക്കുക, ഇവിടെ ആനയെ വാങ്ങിക്കൊടുക്കുക, ഇവിടെ ആനയ്ക്ക് കഴുത്തിലിട്ട് കൊടുക്കുക, ഇവിടെ ആന ഓടുന്നെടുത്ത് പോവുക. ഇങ്ങനൊക്കെ നശിക്കുകയാണ് സഹോദരിമാരെ, നശിക്കുകയാണ്. അപകടകരമാണ് ഈ പോക്ക്, അപകടകരമാണ്. ആവർത്തിച്ച് ഞാൻ പറയുകയാ, മണത്തല നേർച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു പുണ്യവും കിട്ടുകയില്ല. മറിച്ച് വീട്ടിലിരുന്നു കൊണ്ട് മണത്തലയിൽ അടങ്ങിയിരിക്കുന്നത് മഹാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. ആ മഹത്വം ഒരിക്കലും മണത്തല നേർച്ചയ്ക്ക് പോയത് കൊണ്ട് എന്റെ പെങ്ങൾക്ക് കിട്ടില്ല. ഭീമാപ്പള്ളി ഉറൂസിന് വേണ്ടി ഇവിടെ നിന്ന് വണ്ടി കയറിപ്പോയത്